ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോവയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം വരുന്ന ദിവസം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഗോവയിൽ നിന്ന് വന്നിട്ട് 3-4 ദിവസം ആയെങ്കിലും എനിക്ക് ഇതുവരെ ഒന്ന് പോസ്റ്റ് ചെയ്യാനോ അതേപോലെ തന്നെ ഞാൻ മുമ്പിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഹെൽത്ത് സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ എത്തിയപ്പം. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഒന്നും കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ ഞാൻ ക്യാപ്ചർ ചെയ്തേക്കുന്ന എൻ്റെ കയ്യിലുള്ള മൊമെൻറ്റ്സ് വെച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഗോവ ട്രിപ്പ് എന്ന് ഞാൻ പറയാം കേട്ടോ. 25-ാം തീയതി ഒരു 12 മണിയായപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. 12 മണി മുതൽ പിറ്റേന്ന് രാവിലെ, അതായത് 26-ാം തീയതി രാവിലെ 4 മണി വരെ നമ്മൾ ട്രെയിനിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പേര് ത്രൂത്തുറയിൽ കളിച്ചു, ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് പേര് ഉറങ്ങി, കുറച്ച് ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ 26-ാം തീയതി നമ്മുടെ ശ്യാമിൻ്റെയും ചന്ദനേൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കുറച്ച് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ 4 മണിയായപ്പോഴത്തേന് നമ്മൾ ഗോവയിലെത്തി. ഗോവയിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു റൂമിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സിൽ കയറിയാണ് പോകുന്നത്. ബസ്സിൽ കയറിയപ്പോഴത്തേന് തന്നെ ട്രെയിനിൽ ഉറങ്ങാത്തവർക്കൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രാവലിൻ്റെ ആ സമയത്ത് തന്നെ കുറച്ചൊരു ഉറങ്ങാമെന്ന് പറഞ്ഞിരുന്നു. ഞാനും ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതിന് മുമ്പ് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ ഓക്കെ, ഇനി ഒരു പണിയില്ലല്ലോ, കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് ഞാനും കിടന്നുറങ്ങി. ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ ഒന്നിക്കുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂരി, പിന്നെ പോഹ, കോഫി, ചായ, ഉരുളക്കിഴങ്ങ് കറി, അങ്ങനെയൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ പോഹ ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷേ പൂരി നല്ല പൂരിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ചപ്പോറ ഫോർട്ടിലോട്ടാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് വൈബൊക്കെ സെറ്റാക്കി ചപ്പോറ ഫോർട്ടിൽ ചെന്നു. എൻ്റെ പൊന്നെ, 1.5 വെയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏക്കത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലായിരുന്നു. പിന്നെ മണ്ടയിലെത്തിയപ്പോഴത്തേന് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ തളർന്ന്, എനിക്കിങ്ങനെ ശ്വാസം കിട്ടുന്നില്ലേ, വെള്ളം വേണോ, എന്തോ അവസ്ഥയൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അമ്മാതിരി വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ബീച്ചിലോട്ടാണ്, വാഗത്തോർ ബീച്ച്. അപ്പം വൈകിട്ട് പിന്നെ ബീച്ചിലോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് നനയാൻ നിന്നില്ല, ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ്. പിന്നെ ഡോണാപ്പോളയിലോട്ടാണ് കേട്ടോ പോയത്. ഡോണാപ്പോള ചെന്നപ്പോഴത്തേന് നമ്മൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ക്യാമറയിലൊക്കെ അനൂപ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതൊന്നും ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നില്ല, കുറച്ചൊക്കെ ആഡ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഫൗണ്ടൈൻ ഹൗസിലോട്ടാണ്. അവിടെ കുറേ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ടോണി സാറ് ചായ വാങ്ങിച്ചിരുന്നു. ചായ വാങ്ങിച്ചു കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ഒരു ചർച്ചിലോട്ട് പോയി. അതിന് ഫ്രണ്ടിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടി ഒന്നും കടകളൊന്നും ഇല്ലായിരുന്നു. 3-4 കടകളേ ഉള്ളായിരുന്നു. അതിൽ ഭയങ്കര നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഇപ്പം ഞാൻ കാണിച്ചത് വാട്ടർഫോളിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓൾറെഡി വയ്യായിരുന്നു, ഞാൻ പീരീഡ്സ്, എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും നല്ലോണം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മൾ നൈറ്റ് ലൈഫിൽ ഇറങ്ങിയപ്പോഴത്തേന് അവിടെ ബീച്ചിലുള്ള ഒരു ഇതാണ്, ബാഗ ബീച്ചിലായിരുന്നു തോന്നുന്നു. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫോളിൽ നിന്ന് താഴെ വന്നപ്പോഴത്തേന് നമ്മൾ അവിടെ ഒരു കേവോ ഫോർട്ടോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത ദിവസം പോയത് അഗോഡ ഫോർട്ടിലോട്ടാണ്. അവിടെയും ലോവർ അഗോഡയും അപ്പർ അഗോഡയും അങ്ങനെ 2 സ്ഥലങ്ങളുണ്ട്. ലോവർ അഗോഡയിൽ പോയി പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു, കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല എക്സ്പീരിയൻസ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നമുക്ക് കയറാൻ തോന്നുന്നില്ലായിരുന്നു, കാരണം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മനസ്സിലോടെ തിരിച്ച് കയറി നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാൻ പോയി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഞാനിത് ഓർഡറിലൊന്നും അല്ല ഇട്ടേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല ഏത് സമയത്ത് എവിടെയൊക്കെയാണ് പോയെന്ന്. ഞാൻ ഉള്ള വീഡിയോസ് ആഡ് ചെയ്ത് ഞാൻ പോയ എക്സ്പീരിയൻസും പറയാണ്. ഇതാണ് ചർച്ച്, ഓൾഡ് ഗോവ ചർച്ച്. ലാസ്റ്റ് ദിവസം പിന്നെ ഒരു ബീച്ചിലൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ്. ഇത് അപ്പോൾ എടുത്ത ഫോട്ടോസ് അല്ല കേട്ടോ, ഞാൻ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാട്ടർഫോളിലും പിന്നെ നമ്മൾ നിന്ന് ഹോട്ടലിൽ വെച്ചൊക്കെ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഓക്കെ, ബൈ. സോറി, എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാനോ സമയത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ച് ഞാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.